ഇപ്പൊ നമ്മള് ഇന്നത്തെ പ്ലാൻ എന്താ വെച്ചാല് നമ്മള് വിന്റർമർ ഭാഗത്തേക്ക് പോയിട്ട് അവിടെ ഒരു പിക്നിക് സെറ്റപ്പ് ഒരുക്കാനുള്ള പരിപാടിയാണ്. നമ്മള് ഹോം മെയ്ഡ് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. എല്ലാം വീട്ടിലുണ്ടാക്കി നേരെ വണ്ടിയിലെല്ലാം അറേഞ്ച് ചെയ്ത് കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് അവിടെ ഒരു നോമ്പുതറ, ഒരു ഔട്ട്ഡോർ നോമ്പുതറ, അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. നമ്മുടെ വണ്ടിയുണ്ട് ഫ്രണ്ടിൽ പോകണം. നമ്മൾ സൺസെറ്റ് ഏകദേശം സമയം അടുത്ത് തുടങ്ങി. നമ്മൾ വേഗം പോയിട്ട് സെറ്റപ്പ് ഒരുക്കണം. 5:58 ബാങ്ക്. അപ്പോൾ 5:54 സൺസെറ്റ്. പക്ഷെ നമ്മളൊരു 5:40 അവിടെ എത്തും. ഏകദേശം സൺസെറ്റ് നമുക്ക് കിട്ടും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ലൊക്കേഷനിൽ എത്തിക്കണം. ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്. സാധനങ്ങളൊക്കെ ആയിട്ട് നടക്കണം. നമ്മൾ ബിൻ ബാഗ് വരെ നമ്മളിവിടെ നമ്മൾ ഔട്ട്ഡോറിലായിട്ട് എന്തെങ്കിലും ഒരു സെറ്റപ്പ് ചെയ്താൽ നമ്മൾ ആ ഭാഗമൊക്കെ ക്ലീൻ ചെയ്തിട്ട് എപ്പോഴും പോകല്. അപ്പോൾ അതുകൊണ്ട് ബിൻ ബാഗ് വരെ നമ്മൾ കൈപ്പിടിച്ചിട്ടുണ്ട്. സണ്ണെന്തിയേ? സണ്ണ് നേരത്തെ പോയിട്ടോ, ആ മലനപ്പുറത്തേക്ക് പോയി. അപ്പം ഇനി സണ്ണിനെ കാണുന്നുണ്ടാവില്ല. അക്കോ ഓളെടുത്ത് ഞാൻ പിടിച്ചിക്കാം. സലീം കുമാർ പായ മടക്കിയ മാതിരിയായി. സെലിബ്രേഷന്റെ മുട്ടായി പെട്ടി തുറന്നു കഴിഞ്ഞാൽ ആഹാ. അപ്പൊ നമ്മളെ വീട്ടിലത്തെ ഒരു നോമ്പ് തുറ കേട്ടോ ഇന്നത്തെ. നേരത്തെ നമ്മള് ജസ്റ്റ് വീട്ടില് നമ്മൾ കുറച്ചായി പ്ലാൻ ചെയ്യണോ. അപ്പൊ ഇന്നപ്പോ അത് നടത്തി. ശരി, ഈ ഒരു ഭാഗം കണ്ടില്ലേ? ഇതൊക്കെ കണ്ടിട്ട് നേരെ ഇനി നമ്മൾ ഇരിക്കുന്ന ലൊക്കേഷന്റെ വ്യൂ ഒന്ന് കണ്ടു നോക്കൂ. സോ ബ്യൂട്ടിഫുൾ. ഇവിടേക്ക് വീഴും എന്തേലും. ഔട്ട്ഡോർ നോമ്പുതറ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ലെവലിക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിതൊക്കെ ഒരു മണിക്കൂറിന്റെ 2 മണിക്കൂറിന്റെ ഒക്കെ ഒരു തട്ടിക്കൂട്ടാണ് കേട്ടോ. പപ്സ് ഉണ്ടാക്കാൻ ഞാനൊന്ന് ബുദ്ധിമുട്ടി, പക്ഷെ സമൂസ ഉണ്ടാക്കിയപ്പോ ഭയങ്കര എളുപ്പമായിരുന്നു. കണ്ടില്ല ഷേപ്പ് ഒക്കെ കട്ട് ചെയ്തതിന്റെ ഒരു ഷേപ്പ്. നമ്മൾ നോമ്പറന്നേൽക്ക് ഇങ്ങനത്തെ ഈ പലഹാരങ്ങളൊന്നും ശരിക്കും കഴിക്കാൻ പാടില്ല എന്നാണ് അല്ലേ മോത്തി? പക്ഷെ ഇന്ന് ഇങ്ങനത്തെ ഒരു ഔട്ട്ഡോർ ഇങ്ങനത്തെ പരിപാടി സെറ്റപ്പ് ആക്കിയപ്പോൾ നമ്മൾ കുറച്ച് നേരക്ക് ഇരുന്നിട്ടൊക്കെ കഴിക്കരുത്. ആദ്യം നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ചിട്ട് പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ വീണ്ടും പലഹാരം കഴിച്ചിട്ട് ചിലപ്പോൾ അതൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ സ്പോട്ടിൽ തന്നെ ഫ്രൂട്ട്സും പലഹാരങ്ങളൊക്കെ ഒരുമിച്ച് കഴിക്കും. മോത്തി ഫ്രൂട്ട്സേ കഴിക്കൂല, പക്ഷെ പലഹാരങ്ങൾ കഴിക്കും. കൊടുത്ത് നമുക്ക് നോമ്പറക്കാം. അപ്പൊ നമ്മളൊരു 5 വർഷം കഴിഞ്ഞ് വരുമ്പോ ഇവിടെ ഈത്തപ്പഴ മരം വളർത്തുണ്ടാവും. യുകെയിലെ പാകത്തിന് മധുരം. അടുത്ത അടിയാണ്. വയസ്സിന്റെ പ്രശ്നം കഴിഞ്ഞ് അടുത്ത ഉള്ളിയരിയിൽ പ്രശ്നം. കഴിഞ്ഞു പോയി.
മമ്മൂട്ടിയുടെ എന്താണ് ബ്യൂട്ടിന്റെ സീക്രട്ടാണ് പപ്പായ എന്നാണ് മൂത്തി പറയുന്നത്. പക്ഷെ സൗന്ദര്യത്തിന് പപ്പായ ആവശ്യമില്ലാന്ന് മൂത്തി തെളിയിച്ചിട്ടുള്ളതാണ്. പപ്സ് തിന്നുമ്പോ ഇങ്ങനെ തിന്നണം, സോസ് തിന്നണം. പപ്സ് കൂട്ടത്തിൽ പപ്സാണ് ഏറ്റവും അടിപൊളി എന്നാണ് എല്ലാവരുടെ അഭിപ്രായം. പപ്സ് ഉണ്ടാക്കിയത് ജൂനിയർ, പക്ഷെ പുള്ളിയുടെ അളവ് കറക്റ്റ് ആയതുകൊണ്ടാണ് പപ്സിന് ആ ഒരു ടേസ്റ്റ് എത്തിയതാണ്. കറക്റ്റ് അളവിൽ ഉള്ളി അരിഞ്ഞുകൊണ്ടാണ് ആ ഒരു പെർഫെക്ഷനിൽ എത്തിയതാണ്. ഞാനിതൊക്കെ കോർഡിനേറ്റ് ചെയ്തില്ലേ. അപ്പൊ ഇപ്പൊ ഇതൊക്കെ ഒന്ന് കഴിച്ചപ്പോ വയറൊക്കെ ഒന്ന് ഫുൾ ആയിക്കണം. സ്ഥിരം പരിപാടി. അപ്പോൾ നമ്മൾ പത്തിരിയും വറുത്തരച്ച ചിക്കൻ കറിയും പത്തിരിയാണ് നമ്മൾ ഇന്നത്തെ ഡിഷ്. അത് പെർഫെക്റ്റ് ആണെന്ന് പറയുന്നത്. കാക്കാണ് അതിൽക്ക് ഉള്ളി അരിഞ്ഞിക്കണത്. ആ ഒരു കൈപ്പുണ്യം വരണമെങ്കിൽ ഇത് മെഷീൻ പുണ്യം ആവൂല്ലേ? മെഷീനിലിട്ടാൽ ഇതിപ്പോ കൈപ്പുണ്യം അയക്കണത് കാക്കാണത്. ഇത് കാക്കാണോ? ഇന്റതും കാക്കൻ്റെതും പപ്സ് ഇപ്പോൾ നിന്നാൻ വേണ്ടി നിൽക്കണതാണ് ജോലി. ഓക്കെ, നമ്മൾ പിക്നിക് ചെയ്ത സ്ഥലത്തിന്റെ വ്യൂ പോയിന്റ് 2-3 വട്ടമായി കാണിക്കണു. വേറെ കാണിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് വീണ്ടും വീണ്ടും കാണിക്കണു. സാധനങ്ങളൊക്കെ പണിട്ട് ഡിക്കി കയറ്റി. ഓക്കെ, ഓൾ സെറ്റ്. ലെറ്റ്സ് ഗോ ബാക്ക് ടു ഹോം.